ഹലോ, ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് പറിച്ചെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പയറൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഉള്ളത് വഴുതനങ്ങ. എല്ലാം കേട് പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മൂത്തിട്ടുണ്ടാവും. അടുത്തത് പാവയ്ക്കാണ്. ഇത് പറിക്കാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെയും കുറച്ച് പാവയ്ക്കുണ്ട് കേട്ടോ. നമ്മുടെ കാന്താരി ചെടിയിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. കാന്താരിയൊക്കെ ഉണങ്ങിപ്പോയെന്ന് തോന്നുന്നു. നമ്മുടെ കാന്താരിയിൽ പിടിച്ചു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്ക ഇതും കൂടെ അങ്ങ് പറിച്ച് മൊത്തം കേടാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് ഇത്രയാണ് കേട്ടോ. പാവയ്ക്കയും അതുപോലെ തന്നെ എന്താണ് വഴുതനങ്ങ. ഇത്രയധികം ചുമല വള്ളിപ്പയർ ഇടുന്നത് ആദ്യമാണ് കേട്ടോ. നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് ചുമലയും പച്ചയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ച അങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിപ്പം നമ്മൾ കാ പിടിച്ചപ്പോൾ അറിഞ്ഞതെല്ലാം ചുമല വള്ളിപ്പയറാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പച്ച ഇലയിൽ ഇങ്ങനെ ചുമല വള്ളിപ്പയർ കിടക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഹാപ്പി തരുന്നൊരു ഇതാണ് നമ്മൾ കാണുമ്പോഴത്തേക്ക്. അപ്പം ഇത് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ തന്നെ പറിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ പാരി പെട്ടെന്ന് മൂക്കും. അപ്പോൾ അത് കാരണം തൊലിക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടി വെക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ പറിച്ചെടുക്കുകയാണെങ്കിൽ മെഴുക്ക് കൂട്ടി വെച്ചാലോ തോരൻ വെച്ചാലോ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചുമല വള്ളിപ്പയറിന്. ഇത്രയും പച്ചക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തുണ്ട്, അതും കൂടെ പോയി പറിച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ എല്ലാ തവണയും പച്ചക്കറി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നട്ടിട്ട് അതിൽ നിന്നൊക്കെ കൂടുതലായിട്ട് എടുക്കാറ്. അപ്പം എനിക്ക് കൂടുതലായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനമാണ് പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി, അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മുറ്റത്ത് തന്നെ അവൈലബിൾ ആണെന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ടൈപ്പ് മുളക് ഇത് ആദ്യമായിട്ടാണ് ഇടുന്നത്. എപ്പോഴും നല്ല വലിപ്പം വയ്ക്കുന്ന പോലത്തെ ഒരു മുളകാണ് അത്. അത്യാവശ്യം നല്ല വലിപ്പം നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ ബജ്ജി മുളകൊക്കെ തയ്യാറാക്കുന്ന അതിൻ്റെ ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്ക് പച്ചമുളക് കിട്ടാറുണ്ട്. അപ്പോൾ നല്ല എരിവുമാണ്. ഈ മുളകെന്ന് പറയുന്നത് ഇത്രയും വലിപ്പം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ നല്ല എരിവും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മുളകൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പിന്നെ
പച്ചമുളകും കൊണ്ട് നമ്മൾ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിളിയൊക്കെ കൊത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പച്ചമുളക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാനങ്ങ് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിന് ഉള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു. തക്കാളി ഇതുപോലെ തന്നെ ചിലത് ഇങ്ങനെ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒരുപാട് നേരം നിർത്തുന്നത് നമ്മൾ നല്ലതല്ല. പിന്നെ ചിലപ്പോൾ കിളി കൊത്താനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരുമാതിരി വിളഞ്ഞിട്ടുള്ള തക്കാളിയും എല്ലാം ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്തിരി വലുതായിട്ട് പറിക്കാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മൂപ്പ് പിടിക്കും കേട്ടോ. അത് കാരണം വേഗം തന്നെ അതൊക്കെ അങ്ങ് പറിച്ചെടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, നമുക്കിത് ഇപ്പോൾ ഒരു കൊട്ട നിറച്ച് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നപ്പോഴോട്ടോ കണ്ടത് ഈ ഒരു സാധനം കോവയ്ക്ക നിറച്ച് പിടിച്ച് കിടക്കുന്നത്. ഇത് കഴിക്കാൻ പറ്റുന്നതാണെന്നൊന്നും അറിയത്തില്ല. നല്ല വലിപ്പമുള്ള കോവയ്ക്ക, കഴിക്കാൻ പറ്റിയതായ ഭാഗ്യം. അതും കൂടെ പറിച്ചു നോക്കും. വലിപ്പമുള്ള കോവയ്ക്കാണ്. വള്ളി വീശി വീണതാണ്. കോവയ്ക്ക് ഇതുപോലെ തന്നെ വള്ളി വീശി വീണ് കിടക്കുമ്പോഴൊക്കെ കേട്ടോ നമുക്ക് കിട്ടാറ്. കോവയ്ക്ക് അങ്ങനെ ഇവിടെ വെക്കാറില്ല, ആർക്കും വലിയ താല്പര്യമില്ലാത്തത് കാരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക. ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് കിളിയൊക്കെ കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം വലിപ്പമുള്ള കോവയ്ക്കയുണ്ട്. ഒരു 3-4 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാനുള്ള അത്ര ഉണ്ട് കേട്ടോ. ഞാനെല്ലാം പിന്നെ നോക്കി അത് മുഴുവനായിട്ടങ്ങ് പറിച്ചെടുത്തു. ഇന്നത് ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? അടിപൊളി. നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നട്ട് വളർത്തി അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സന്തോഷമായിരിക്കും. അപ്പം എല്ലാവരും വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് വയ്ക്കുക. അപ്പോൾ ബൈ.